നല്ല രസമുള്ള ഒരു കുഞ്ഞനുഭവം. അതിൽ രസമുണ്ട് കേട്ടോ. ആരയച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമസ്തേ, ഹരേ ഗുരുവായൂരപ്പ. ഒരിക്കൽ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഗുരുവായൂർ വന്നു കേട്ടോ. കൂട്ടുകാരിക്ക് പുതിയ ഡ്രസ്സ് എടുത്താൽ അത് ധരിച്ചു പോകാൻ ഒരു യാത്ര തരപ്പെടുത്തും. അത് ഗുരുവായൂർക്കായി. അവിടുത്തെ സമയത്തെക്കുറിച്ചൊന്നും പുള്ളിക്ക് വലിയ ധാരണയില്ല. ഈ ഡ്രസ്സ് ധരിക്കലാണ് മുഖ്യം. ഗുരുവായൂരിലെത്തിട്ടോ. ഞാൻ പറഞ്ഞു വേഗം വരി നിൽക്കാം. പക്ഷെ അവൾ കൂട്ടാക്കിയില്ല കേട്ടോ. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് ആടിപ്പാടി ചെന്നപ്പോഴേക്കും നട അടച്ചു. എന്നാൽ പിന്നെ പാൽപ്പായസം ചീട്ടാക്കാം, അവിടെയും അടച്ചു. എന്നാൽ പിന്നെ പ്രസാദം ഇട്ട് കഴിക്കാം, അവിടെയും അടച്ചു. കൂട്ടുകാരിക്ക് അതൊന്നും പ്രശ്നമായില്ല. ഞാൻ ഉള്ളിൽ വളരെ സങ്കടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ജ്ഞാനപ്പാനയുടെ വരികൾ എഴുതി വെച്ച തൂണിനടുത്ത് കറക്റ്റ് എത്തി. വായിച്ച വരികൾ കണ്ണിൽപ്പെട്ടു. നാണം കെട്ടു നടക്കുന്നതു ചിലർ. ഇന്നും അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒന്നറിയാം, ഞങ്ങളുടെ പ്രവൃത്തികൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഇതോർത്ത് ചിരിക്കുകയും കരയൊക്കെ ചെയ്യാറുണ്ട്. ഹരേ ഗുരുവായൂരപ്പ. ഇങ്ങനെയുള്ള കൂട്ടുകാരികൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവുമല്ലോ. എന്തിനാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു പിടുത്തമില്ലാത്ത രസമാണ് ഇവരെ കൊണ്ടുപോകാൻ. പക്ഷേ ചില സമയത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കും ഇത്തരം ആളുകൾ. ഇതൊരു രസമുള്ള അനുഭവമായി പോയി. പക്ഷെ ചിന്തിക്കാനുണ്ട്. നാണം കെട്ട് നടക്കുന്നത് ചിലർന്ന് ഗുരു പുന്നാൻ എഴുതി വെച്ചത് വെറുതെ അല്ലല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. രസം കുറച്ച് വാക്കുകളിലാണെങ്കിലും. എന്താ കഥ എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.